ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പൂരിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഒരു തുള്ളി എണ്ണയും കുടിക്കില്ല, ഒരു സൈഡ് ഡിഷും ഇല്ലാണ്ട് നമുക്ക് ഈ പൂരി കഴിക്കാൻ പറ്റും. 1/4 കപ്പ് റവ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. മിക്സ് ചെയ്തിട്ട് റവ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് കുതിർത്തി വെച്ചേക്കണ റവയിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കണ വരെ മാത്രം റവ കുതിർത്തിയാൽ മതിട്ടോ, ഒരുപാട് സമയമൊന്നും കുതിർത്തേണ്ട കാര്യമില്ല. 1/4 ടീസ്പൂൺ അരിമോദകം കയ്യിലൊന്ന് ഇതാക്കിയിട്ട് ഇടാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചത് അതും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ, 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ചേർത്ത് പൂരിക്ക് മാവ് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. കുറച്ചും കൂടി മാവ് ചേർക്കുന്നുണ്ട്. നല്ലോണം അമർത്തി കുഴച്ചാൽ മതിയിട്ട, വെള്ളം വേണ്ടി വരില്ല. ഒട്ടും വെള്ളം തികയാണ്ട് വരികയാണെങ്കിൽ മാത്രം വെള്ളം തളിച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുത്തുട്ട. 1 കപ്പ് ഗോതമ്പ് മാവിന് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കറക്റ്റ് ആയിരിക്കും കേട്ട. നിങ്ങൾ മാവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മാത്രം ഉരുളക്കിഴങ്ങ് കൂട്ടിയാൽ മതി. അതുപോലെ വെള്ളം ഒട്ടും വേണ്ടി വന്നിട്ടില്ല. വെള്ളം ചേർക്കാണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ച് കിട്ടുന്നത്. ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കാൻ കാരണം റവ ചേർത്തുണ്ടല്ലോ. മാവ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് ഒന്നും കൂടി ഇറുകും. അപ്പം കറക്റ്റ് ആയിരിക്കും മാവിൻ്റെ പാകം. പൂരിയുടെ വലുപ്പത്തിന് ബോൾസ് ആക്കി എടുക്കും. ഈ വലുപ്പത്തിന് എല്ലാ മാവും ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി ഇനി ഇത് പരത്താം പൂരിയുടെ ഷേപ്പിൽ. ഞാൻ ചപ്പാത്തി പ്രസ്സിലാണ് ഇട്ടാ പരത്തുന്നത്. അതാ കല്ലിൽ വേണമെങ്കിൽ അങ്ങനെയാവാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം പരത്തി എടുത്തതിന് ശേഷം നമുക്ക് പൂരി റെഡിയാക്കാം. എല്ലാം പരത്തി എടുത്തു. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുടിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റിലും ഇതുപോലെ എല്ലാ പൂരിയും ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ചിലവർക്കൊക്കെ സംശയം ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ചേർക്കണ കാരണം പൂരി എണ്ണ കുടിക്കുമെന്ന്. എണ്ണ കുടിക്കില്ല, അതിന് വേണ്ടിയാണ് നമ്മൾ റവ ചേർത്തേക്കുന്നത്. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുട്ടാ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മസാലപ്പൂരിയൊന്നും അല്ല കേട്ടോ, നല്ല ലൈറ്റ് മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പൂരിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.